എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എപ്പോഴും നല്ലവരായി നടക്കുന്നവർ മാത്രം ഈ ലോകത്ത് കൂടുതലായി ചതിക്കപ്പെടുന്നത്? ആരെയും വേദനിപ്പിക്കാതെ എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത് എളിമയോടെ ജീവിക്കാൻ ശ്രമിച്ചിട്ടും പലപ്പോഴും നമ്മൾ മാത്രം തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകം നമ്മളെ വെറുമൊരു കളിപ്പാവയായി കാണുന്നുവെന്ന് തോന്നുമ്പോൾ, നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റൽ തോന്നാറില്ലേ? കുട്ടിക്കാലം മുതൽ നമ്മളോട് പലരും പറഞ്ഞു പഠിപ്പിച്ചത് ശാന്തരായിരിക്കുക, തലകുനിച്ചു നടക്കുക, ആരോടും കലഹിക്കരുത് എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെ ജീവിച്ചതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ എപ്പോഴും നല്ലവനായി മാത്രം ഇരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു വലിയ അബദ്ധമാണ്. ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ചുറ്റുമുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ വെറുമൊരു പാവം മനുഷ്യനായാൽ പോരാ. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പോരാളിയെ, ആ അപാരമായ കരുത്തിനെ പുറത്തെടുക്കാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകപ്രശസ്ത ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലി പണ്ട് പറഞ്ഞത് എത്ര ശരിയാണെന്ന് നോക്കൂ. അത്രയൊന്നും നല്ലവരല്ലാത്ത ആളുകൾ നിറഞ്ഞ ഈ ലോകത്ത് എപ്പോഴും പൂർണ്ണമായും നല്ലവനായി മാത്രം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോൾ എങ്ങനെ നല്ലവനാകണം എന്ന് പഠിക്കുന്നതിനൊപ്പം തന്നെ എപ്പോൾ കഠിനമായി പെരുമാറണം എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ കഠിനമായി പെരുമാറുക എന്നാൽ മറ്റുള്ളവരെ അനാവശ്യമായി ഉപദ്രവിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് നമ്മളെ ഉപദ്രവിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന അതിശക്തമായ താക്കീതാണ്. കാട്ടിലെ ഏറ്റവും സുരക്ഷിതമായ മൃഗം ഏതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും അനങ്ങാതെ ഭയന്നൊളിച്ചിരിക്കുന്ന ഒരു മുയലല്ലാതെ കാട്ടിന്റെ രാജാവായ സിംഹമാണ്. സിംഹത്തിന് വേണമെങ്കിൽ കാട്ടിലെ ഏത് മൃഗത്തെയും കൊന്നുതള്ളാനുള്ള കരുത്തുണ്ട്. എന്നാൽ അതെപ്പോഴും അങ്ങനെ ചെയ്യാറില്ല. ആ കരുത്ത് സിംഹത്തിനുള്ളതുകൊണ്ട് തന്നെ മറ്റൊരു മൃഗവും അതിനെ ശല്യം ചെയ്യാൻ തുനിയുകയുമില്ല. ഇതാണ് യഥാർത്ഥ സമാധാനം. ആയുധം കയ്യിലില്ലാത്തതുകൊണ്ട് ഒരാൾ ശാന്തനായിരിക്കുന്നതിനെ സമാധാനമെന്ന് വിളിക്കാൻ കഴിയില്ല. അതയാളുടെ നിസ്സഹായത മാത്രമാണ്. എന്നാൽ ശത്രുവിനെ തകർക്കാൻ പൂർണ്ണമായ കരുത്തുണ്ടായിട്ടും പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടും ഒരാൾ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ കരുത്ത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഒരു പൂന്തോട്ടത്തിലെ പോരാളിയാകാൻ ശ്രമിക്കുക, അല്ലാതെ യുദ്ധക്കളത്തിലെ തോട്ടക്കാരനാകരുത്. നമ്മൾ ഓരോരുത്തർക്കും ഉള്ളിലൊരു ഇരുണ്ട വശമുണ്ട്. നമ്മുടെ ദേഷ്യം, പക, വാശി എന്നിവയൊക്കെ അവിടെയാണ് ഉറങ്ങിക്കിടക്കുന്നത്. സമൂഹം എന്തു വിചാരിക്കുമെന്ന് കരുതി നമ്മൾ എപ്പോഴും അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കും. എന്നാൽ അങ്ങനെ ചെയ്യുന്തോറും നമ്മൾ കൂടുതൽ ദുർബലരായി മാറുകയാണ്. ആ വന്യതയെ അടിച്ചമർത്തുന്നതിന് പകരം അതിനെ അംഗീകരിക്കാനും ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടാനും പഠിക്കണം. കാട്ടുതീ എപ്പോഴും എല്ലാം നശിപ്പിക്കുന്ന ഒന്നല്ല. അതിനെ നിയന്ത്രിച്ചാൽ ഇരുട്ടിൽ വെളിച്ചം നൽകാനും ലക്ഷ്യത്തിലേക്ക് വഴി തെളിയിക്കാനും അതുപയോഗിക്കാം. ഒരു പാമ്പ് വിഷമുള്ളതാണെന്ന് കരുതി അത് കണ്ടവരെയെല്ലാം എപ്പോഴും കടിക്കണമെന്നില്ല. എന്നാൽ താൻ വിഷമുള്ളവനാണെന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അതിന് കഴിയണം. പത്തി വിടർത്തി നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടാൽ തന്നെ ആരും അതിനടുത്തേക്ക് പോകാൻ ഭയക്കും. പല്ലില്ലാത്ത പാമ്പ് കടിക്കില്ല എന്ന് പറയുന്നത് അതിന്റെ ഗുണമല്ല, ഗതികേടാണ്. നമ്മൾ പല്ലും വിഷവുമുള്ള പാമ്പായിരിക്കണം. എന്നാൽ അനാവശ്യമായ ആരെയും കടിക്കരുത്. നമ്മൾ അപകടകാരിയാണെന്ന ബോധം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അവർ നമ്മളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകും. നമ്മുടെ ചുറ്റുപാടും നോക്കൂ. ജോലിസ്ഥലത്തോ സമൂഹത്തിലോ എന്തു പറഞ്ഞാലും കേട്ട് ആരെന്ത് സഹായം ചോദിച്ചാലും ഓടിച്ചെന്ന് ചെയ്യുന്ന ഒരാളെ ആരും കാര്യമായി പരിഗണിക്കില്ല. അയാളെ എല്ലാവരും ഒരു സൗകര്യമായിട്ടോ കോമാളിയായിട്ടോ മാത്രമേ കാണൂ. എന്നാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുന്ന, തന്റെ അതിരുകൾ ആരെയും ലംഘിക്കാൻ അനുവദിക്കാത്ത ഒരാളെ എല്ലാവർക്കും ഭയവും ബഹുമാനവുമായിരിക്കും. എവിടെയാണ് വേണ്ട എന്ന് പറയേണ്ടത് അവിടെ മുഖത്ത് നോക്കി അത് പറയാൻ നമ്മൾ ശീലിക്കണം. ആ ഒരൊറ്റ വാക്ക് നമ്മളെ പല വലിയ ചതിക്കുഴികളിൽ നിന്നും രക്ഷിക്കും. മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചു എന്ന് നമ്മൾ എപ്പോഴും പരാതി പറയാറുണ്ട്. എന്നാൽ നമ്മൾ തന്നെയാണ് അവർക്കതിനുള്ള അവസരം നൽകുന്നത് എന്നതാണ് നഗ്നമായ സത്യം. നമ്മുടെ അതിരുകൾ എവിടെയാണെന്ന് അവർക്ക് കൃത്യമായി കാണിച്ചു കൊടുക്കണം. ആ അതിര് ലംഘിക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു ദയയും കാണിക്കരുത്. ഒരു ഡോക്ടർ രോഗിയെ സുഖപ്പെടുത്താൻ വേണ്ടി ശസ്ത്രക്രിയ ചെയ്യുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങളെയും ആളുകളെയും വെട്ടിമാറ്റാനും നമ്മൾ തയ്യാറാകണം. അത് ക്രൂരതയല്ല, നമ്മുടെ സ്വന്തം സമാധാനത്തിനും വളർച്ചയ്ക്കും അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ ജനിച്ചത് മറ്റുള്ളവരുടെ കാലിനടിയിൽ കിടക്കാനോ അവരുടെ ഇഷ്ടത്തിന് തുള്ളാനോ അല്ല. നമ്മുടെ ജീവിതത്തിന്റെ രാജാവ് നമ്മൾ തന്നെയാകണം. ഈ നിമിഷം മുതൽ പുതിയൊരു തീരുമാനമെടുക്കുക. ഇനി ആർക്കും ചവിട്ടി നടക്കാനുള്ള ഒരു ചവിട്ടുപടിയായി നമ്മൾ മാറില്ല. ആവശ്യമില്ലാതെ നമ്മൾ ആരെയും വേദനിപ്പിക്കില്ല.
എന്നാൽ നമ്മളെ വേദനിപ്പിക്കാൻ ആർക്കും അധികാരം നൽകുകയുമില്ല. വിനയം കാണിക്കേണ്ടിടത്ത് വിനയവും കരുത്ത് കാണിക്കേണ്ടിടത്ത് കരുത്തും പ്രകടിപ്പിക്കുക. നമ്മുടെ കരുത്ത് നമ്മുടെ മൗനത്തിലല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാം. ഒരു കൈയിൽ